നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. CPM-ലെ ആ നേതാവ് ആരാണ്? ആരാണ് ആ BJP നേതാവ്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിൻഗാമിയായി വരുന്നത് ആരാവും? കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒതുക്കി തീർത്ത ഗർഭ പീഡന കേസുകളിൽപ്പെട്ട നേതാക്കളുടെ നെഞ്ച് പടപടാന്ന് ഇടിക്കുന്നുണ്ടാവും. വാർത്തയറിഞ്ഞാൽ കേരളം ഞെട്ടുമെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. തുറന്ന വെല്ലുവിളി തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് നടത്തിയത്. വേണമെങ്കിൽ ഭീഷണിയുടെ പട്ടികയിലും പെടുത്താം. കണ്ടോൺമെൻറ് ഹൗസിലേക്ക് BJP-ക്കാർ കൊണ്ടുവന്ന കാളയെ തിരിച്ചു കൊടുക്കരുത്. അതിനെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ തന്നെ കെട്ടണം. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ആവശ്യം വരും. BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് ഈ കാളയുമായി BJP-ക്കാർക്ക് പ്രകടനം നടത്തേണ്ടി വരും. ഇതാണ് സതീശൻ പറഞ്ഞത്. കാളയെക്കൊണ്ട് പ്രകടനം നടത്തണമെങ്കിൽ അത് ഏതുതരം വാർത്തയാണ് പുറത്തു വരാനുള്ളതെന്ന് വളരെ വ്യക്തമാണ്. കോൺഗ്രസ് മാതൃക പിന്തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന വെല്ലുവിളി സന്ദീപ് വാര്യർ പിന്നാലെ തന്നെ നടത്തി. BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ ആളാണ് സന്ദീപ് എന്നത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ വരാനുള്ളത് കോർ കമ്മിറ്റി അംഗത്തിനെതിരെയുള്ള ആരോപണമാണെന്നത് വ്യക്തം. CPM-നോട് അധികം കളിക്കരുതെന്നായിരുന്നു സതീശൻ്റെ മുന്നറിയിപ്പ്. ഞെട്ടിക്കുന്നൊരു വാർത്ത അധികം വൈകാതെ പുറത്തു വരുമെന്നും ഭീഷണി. കേവലം ഒരു കോൺഗ്രസ് നേതാവല്ല, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വാർത്ത വരും എന്നു തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞെട്ടാൻ കാത്തിരിക്കുകയാണ്. എന്നാലും CPM-ലെയും BJP-യിലെയും ആ ഞെട്ടിക്കുന്ന നേതാക്കൾ ആരാവും മാങ്കൂട്ടത്തിൻ്റെ പിൻഗാമികളായി വരാൻ പോകുന്നത്? കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വിഷയം തന്നെയാണ് ന്യൂസ് 18 പൊതുവേദിയും ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മുഹമ്മദ്, കേരളത്തിൽ ഈ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നും അത്ര നല്ല വാർത്തകളല്ല, മോശപ്പെട്ട വാർത്തകളാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമുക്കും അത് ചർച്ച ചെയ്യേണ്ടി വരികയാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നു കേരളത്തിൽ CPM-ലെയും BJP-യിലെയും രണ്ട് പ്രമുഖർക്കെതിരെ കേരളം ഞെട്ടുന്ന തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന്. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. എന്നാലേ കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതും പറയും, അതിന്റെ അപ്പുറം പറയും. കാരണം അയാളെ കൊണ്ടാണ് ഈ കെണി മുഴുവൻ ഉണ്ടാക്കിയത്. അയാളെ കൊണ്ടാണ് ആ വടകര MP-നെ കൊണ്ടും ഇവര് മൂന്നാളാണ് ആ ചെറുക്കനെ സ്വീപ്പാക്കിയത്. അപ്പൊ ഇനിയിപ്പോ അവിടെ പ്രകടനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തതിന് സതീശനും ഷാഫി പറമ്പിലും എന്ത് പഴിച്ചു? അവരാണിത്. അവര് മൂന്നാളും മാത്രം, വേറെ ലോലൊന്നും ഇത് അനുകൂലിച്ചിട്ടില്ല. പലരും ചാനലിൽ കണ്ടില്ല, നിങ്ങള് എല്ലാരും പറഞ്ഞു കേട്ടില്ല, സാറ് കേട്ടില്ലേ? പിന്നെ വളരെ വ്യക്തമായിട്ട് എതിർത്തല്ലേ. അവര് മൂന്നാളും ഒത്തിട്ടാണ് അവിടെ സ്ഥാനാർത്ഥിനി നിർത്തിയത്, ഈ ആവാത്ത ആളെ. അപ്പൊ ആ ഇതിലാണ് ഇപ്പോ ഈ ഞങ്ങളെ നാട്ടിൽ പറഞ്ഞ അതിന് വേറെ കാര്യം ഉണ്ടാകും, ഈ പറയാൻ പറ്റില്ല. അത് അങ്ങനെയാണ്. ഉദാഹരണമാണ്. അപ്പൊ അയാൾ അങ്ങനെ നെട്ടിക്കണ്ട. അങ്ങനെ നെട്ടുന്ന ആൾക്കാരല്ല ഇടതുപക്ഷക്കാര്, അത് മനസ്സിലായിക്കോട്ടെ അയാള്. ശരി, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. 8 പോയില്ലോ എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം. ശ്രീ സുധീറാണ് തൃത്താലയിൽ നിന്നും. ശ്രീ സുധീർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രതിപക്ഷ നേതാവ് ഒരു തുറന്ന വെല്ലുവിളി, ഭീഷണി തന്നെയാണ് മുഴക്കിയിരിക്കുന്നത് BJP-ക്കും CPM-നും എതിരെ. അതിൽ കാര്യമുണ്ടാവുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? CPM-നെ മൂപ്പര് കുറെ ഞെട്ടിക്കലുണ്ട്, വെറുതെ അതൊന്നും പറയാ. പിന്നെ വെറുതെ ഇവര് മൂന്നാളിപ്പോ കോൺഗ്രസ് നിയന്ത്രിക്കുന്നത്. ഷാഫി, മാങ്കൂട്ടം, VD സതീശൻ. മറ്റുള്ളവരൊക്കെ പുറത്ത് പറഞ്ഞാലും ഇവര് ഒന്നിച്ച. ഞാൻ പറയും, എനിക്ക് തോന്നുന്നത് എന്താ, സതീശൻ ചിലപ്പോ മാങ്കൂട്ടനെ മിരട്ടിണ്ടാവും, മാങ്കൂട്ടം പറയുണ്ടാവും. മാങ്കൂട്ടം പറഞ്ഞ വാക്കാണ് ഇപ്പോ CPM-നെ എടുത്തിരുന്നത്. സതീശനോട് പറയണ്ടാവും വല്ലാണ്ട് കളിക്കണ്ട, ഞെട്ടും, ഇന്ത്യയൊക്കെ പലതും ഉണ്ട് എന്ന് പറയുണ്ടാവും. അപ്പൊ അത് ഇവിടെ പുറത്ത് വന്നിട്ട് CPM-നെ പറ്റി പറയാ സതീശൻ. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവര് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമോ? ആര്? VD സതീശനോ? VD സതീശന്റെ പറ്റുന്നില്ല. VD സതീശന് നടപടി എടുക്കാൻ പറ്റുന്നില്ല. നടപടി എടുത്തല്ലോ. നേതാക്കന്മാർ കംപ്ലീറ്റ് കേരളത്തിലെ മറ്റു പാർട്ടികളൊന്നും അങ്ങനെ നടപടി എടുക്കാതിരിക്കുന്ന ഘട്ടത്തിലും കോൺഗ്രസ് നടപടി എടുത്തില്ലേ? കോൺഗ്രസ് എന്ത് നടപടി എടുക്കണേ? ഇതാണ് നടപടി എടുക്കണേ. ഇതിനപ്പുറം ഇനി MLA സ്ഥാനം രാജിവെപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ല വേറെ നടപടിയാണ്? അതല്ല, ഷാഫി ഇവര് മൂന്നാളാണ്. മൂന്നാള് VD സതീശൻ. ഷാഫിക്കെതിരെ ആരോപണമൊന്നുമില്ല, VD സതീശനെതിരെ ആരോപണമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് അവര് മൂന്ന് പേരാളെന്ന് പറയുന്നത്? അവര് പിന്നെ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? ഇയാള് നല്ല ബാക്ക്ഗ്രൗണ്ട് ആണോ?
സതീശന്റെ സതീശന്റെ ബാക്ക്ഗ്രൗണ്ട് കുറെ മുന്നേ ഇവിടെ അറിഞ്ഞതാ. സതീശനെ അങ്ങനെ ചുമ്മാ ഒരു നേതാവിനെതിരെ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. അങ്ങനെ സതീശനെതിരെ ഒന്നും അങ്ങനെ ആരോപണങ്ങളൊന്നുമില്ല. ആരോപണം ഇല്ലാന്ന് പറയല്ലോ. ആരോപണം ഞാൻ തരാം. ആരോപണം പറയണത് അങ്ങനെ നമുക്ക് കേട്ട കഥകൾ വെച്ചൊന്നും അങ്ങനെ ആരെങ്കിലും ഒക്കെ എവിടെങ്കിലും പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ആരും വന്ന് സതീശനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അത്തരത്തിൽ ഇതുപോലെ തന്നെ പറവൂരിൽ തന്നെ വന്നിട്ട് ഒരു ആരോപണം വന്നിട്ടുണ്ടല്ലോ. ശരി, ഓക്കെ. എന്നാലും സുധീർ, അങ്ങനെ ആളുകൾ ഇലക്ഷൻ കാലത്ത് പല കഥകളും പറയും. പക്ഷെ അതൊന്നും അങ്ങനെ സീരിയസ് ആണെങ്കിൽ എന്ന് CPM ഉം BJP ഒക്കെ ഉന്നയിക്കാതിരിക്കും. അത് ഏത് നേതാവിനെതിരെ. ശരി സുധീറെ, ശരി, ഓക്കെ. സുധീർ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരോപണമായി തന്നെ ഉന്നയിക്കും. ശരി. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സതീശൻ പറയുന്നത് ആ വാർത്ത കേട്ടാൽ കേരളം ഞെട്ടുമെന്നാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത്. എന്ത് തോന്നുന്നു താങ്കൾക്ക് ഇതേക്കുറിച്ച്? സാറേ, ഈ ന്യൂസ് 18 ചാനൽ ഈ ന്യൂസ് 18 മാത്രമേ ഉള്ളൂ, വേറെ ഏതും ചാനൽ ഉണ്ടോ നിങ്ങൾക്ക്? എന്ത് പറ്റി? അല്ല, ഒരു സെക്സ് ചാനലും കൂടെ തുടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് തോന്നുന്നു കേരളത്തിന്റെ അവസ്ഥ. അത്രത്തോളം മോശമാണല്ലേ? ദിനം പ്രതി ഓരോ ആൾക്കാർ. കാരണം ഇത് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് BJPയുടെ നേതാവ് പറയുന്നുണ്ടായിരുന്നു, നമ്മളെ പാലക്കാട് BJP പുറത്തായ പേരും മറന്നുപോയി, സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, സന്ദീപ് വാര്യർ നേരത്തെ മുതലേ ഉള്ള പ്രശ്നമാണെന്ന് BJP നേതാവ് പറഞ്ഞു. ആ BJPയിൽ നിൽക്കുമ്പോൾ നല്ലയാളും അത് പുറത്തു പോകുമ്പോൾ അത് ആ മോശമാവുന്നത് എങ്ങനെയാണ്? അപ്പൊ BJPയിൽ നിൽക്കുമ്പോൾ തന്നെ നടപടി എടുക്കണ്ടേ? അതില്ല. ഞാൻ പറഞ്ഞു, ഇപ്പൊ CPMന്റെ നേതാക്കളും ഈ കേസുകളിലെല്ലാം ഉണ്ട്. എല്ലാം മുകേഷ് MLA സ്ഥാനം രാജിവെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഒരു അവന്തികയുടെ ഒരു ഇത് ഉണ്ടായിരുന്നല്ലോ, ഡാനി റിപ്പോർട്ട് ചെയ്തത്, നിങ്ങളെ പത്തനംതിട്ട ലേഖനല്ലേ ഡാനി? അല്ല, തിരുവനന്തപുരത്തെ ലേഖനാണ് ഡാൻ കുര്യൻ. ഓക്കെ. ഡാനി റിപ്പോർട്ട് ചെയ്തത് ഡാൻ കുര്യൻ. അപ്പൊ അതില് പിന്നെ ആ അവന്തികയോട് ചോദിക്കുന്ന ചില കാര്യങ്ങൾ മാറ്റി വരുന്നുണ്ട്. കാരണം അതില് ഒരു വേറൊരാള് കോൺഫറൻസ് കോളിലാണ് നിങ്ങൾ ചോദിച്ചെന്ന് പറയുന്നുണ്ട്, ഇല്ലേ? ശ്രീ സന്തോഷ്, ആദ്യം ഇങ്ങനെ ഒരു വിഷയം വന്നിരുന്നു. ആദ്യം അവരുടെ ഈ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ആയ ഒരാൾ അടക്കം ഇത് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് അങ്ങനെ പരാതിയില്ല എന്നാണ്. പിന്നീട് അവർ ഞങ്ങളുടെ ലേഖകരെ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പരാതിയില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്, എനിക്ക് പരാതിയുണ്ട്, ഞാൻ ഭയന്നാണ് അങ്ങനെ ഒരു പരാതി പറയാതിരുന്നത്, ഞാൻ പരാതി പറയാൻ തയ്യാറാണ്, എൻ്റെ പരാതി റെക്കോർഡ് ചെയ്തെടുത്തു. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് പറയണം, ഞങ്ങൾക്ക് ഈ പരാതി, ഒരാൾ പറയുന്ന പരാതി സംപ്രേഷണം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് പരാതി ശരിയാണോ തെറ്റാണോ അതിൻ്റെ ശാസ്ത്രീയ തെളിവല്ല നമ്മൾ എടുക്കുന്നത്, അത് പിന്നീട് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമില്ലേ. അപ്പോൾ അവർ ലൈവായി വന്ന് ഞങ്ങളുടെ ടെലിവിഷൻ ചാനലിലൂടെ പറഞ്ഞു. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മുഖമുള്ള പരാതിക്കാർ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. അപ്പോൾ മുഖമുള്ള ഒരു പരാതിക്കാരിയെ ഞങ്ങൾ മുന്നിൽ അവതരിപ്പിച്ചു, കാണിച്ചു. അതാണ് സംഭവം ഉണ്ടായത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഞങ്ങൾ എന്തോ ഗൂഢാലോചന നടത്തിയതാണെന്ന്. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ പരാതിക്കാരി വന്ന് പറഞ്ഞു, ഒരു ഗൂഢാലോചന നടത്തിയതല്ല, ഞാൻ പരാതിയില്ല എന്ന് പറയുകയും ഞാൻ പരാതി ഉണ്ടെന്ന് റിപ്പോർട്ടറെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാണെന്ന് അവർ തന്നെ വ്യക്തമാക്കി. എന്നാൽ ഇന്നോ ഇന്നലെ ആ വിഭാഗത്തിൽപ്പെട്ട തന്നെ ഒരു വ്യക്തി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും അവരുടെ നല്ല സുഹൃത്താണ്, ഒരു പ്രശ്നവുമില്ല, ഇവരെല്ലാവരും നല്ല സുഹൃത്താണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം പറഞ്ഞ ആളുകളെല്ലാം പറഞ്ഞത് ഞങ്ങളുടെ നല്ല സുഹൃത്താണ്, പക്ഷെ അയാൾ ഇങ്ങനെ ആവരുത് എന്ന മട്ടിലാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇന്ന് അതേ സമൂഹത്തിൽപ്പെട്ട തന്നെ ആ വ്യക്തി വന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ അങ്ങനെ ആ ചേട്ടൻ നല്ലതാണ്, ഈ അവന്തിക അത് രാഷ്ട്രീയ മുതലെടുപ്പിന് രാഷ്ട്രീയ സപ്പോർട്ടോടുകൂടി ചെയ്തതാണ് പറഞ്ഞത്. ഇന്ന് ഒരു ചാനലിലും അത് ഒരു 2 പ്രാവശ്യം പോലും വിട്ടൊന്നും കാണിച്ചിട്ടില്ലല്ലോ ചാനലുകളൊന്നും. ശ്രീ സന്തോഷ്, താങ്കൾ മനസ്സിലാക്കും, താങ്കളുടെ ഒരു കാര്യം മനസ്സിലാക്കണമല്ലോ. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെ ഏതെങ്കിലും ഒരാൾ വന്ന് പരാതി പറഞ്ഞാൽ ആ പരാതി ഇനിയിപ്പോൾ ഈ എല്ലാ പരാതികളും ഉണ്ടായ കാലം മുതൽ ഈ പരാതിയല്ല, അങ്ങ് എത്ര പിന്നോട്ടെടുത്താലും ആ പരാതി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങളുടെ കടമയാണ്. ആ പരാതിക്കാരി പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇവർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പരാതിക്കാരി പറഞ്ഞതെല്ലാം ശരിയാണോ, അതൊന്നും നമ്മളെ സംബന്ധിച്ച് ആ സമയത്ത് പരിശോധിക്കാൻ കഴിയില്ല. അത് പരിശോധിക്കേണ്ടത് പോലീസിന്റെ കടമയാണ്. പോലീസ് പരിശോധിച്ചിട്ട് അവസാനം ഇവർ പറഞ്ഞത് തെറ്റാണെന്ന് കണ്ടെത്തിയാൽ ഞങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യും. അത് ഓക്കെ സാർ. പക്ഷെ ഇന്ന് അവരുടെ ഇടയിൽ നിന്ന് തന്നെ അവരുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും വരുന്നതെല്ലാം പറയുന്നതിനല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ അത് അതിന്റെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യും. ഒരാൾ പരാതി പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യും. അല്ലാതെ എല്ലാം ഒരേ പ്രാധാന്യത്തെയാണോ ചെയ്യുന്നത്? സാർ, അങ്ങനെ അല്ല എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന അത് 2-3 പ്രാവശ്യം പോലും നിങ്ങൾ ഇടുന്നില്ലല്ലോ. അതാ എന്റെ ചോദ്യം. ഞാനത് തന്നെയാണ് പറഞ്ഞത്. താങ്കൾ ഇപ്പോൾ കേരളത്തിലെ ഒരു മിനിറ്റ്, താങ്കൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു പരാതി ഉന്നയിക്കുന്നു. ആ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും
ഒരു പ്രാഥമിക പരിശോധനയിൽ ആ പരാതി ജെനുവിനായ ഒരു പരാതിയാണെന്ന് തോന്നിയാൽ അതിൻ്റെ പ്രാഥമിക പരിശോധന മാത്രമാണെന്ന് ആലോചിക്കണം. അത് ശരിയാണോ ഇല്ലെന്ന് അറിയില്ല. സന്തോഷ് ഇങ്ങനെ പരാതി പറഞ്ഞു കേരളത്തിലെ എല്ലാ ചാനലും ലൈവ് കൊടുക്കും. പ്രതിപക്ഷ നേതാവിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ പത്രങ്ങളൊക്കെ ആ വാർത്ത കൊടുക്കും. നാളെ സന്തോഷിൻ്റെ ഏതോ ഒരു സുഹൃത്ത് വന്ന് പറയുന്നു സന്തോഷ് പറഞ്ഞതിനകത്ത് മറ്റേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷ് കൊടുത്ത പ്രാധാന്യത്തോടുകൂടി അത് കൊടുക്കില്ല. ആ വാർത്ത കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു വാർത്തയുടെ പ്രയോറിറ്റി നിശ്ചയിക്കലാണ്, ആൾക്കാരുടെ പ്രാധാന്യം നിശ്ചയിക്കലാണ്. അത് സ്വാഭാവികമാണ്. മറ്റേ വാർത്ത കൊടുക്കാതിരുന്നിട്ടില്ല, എല്ലാവരും വാർത്ത കൊടുത്തു. പക്ഷേ ഈ പ്രാധാന്യത്തെ എങ്ങനെ കൊടുക്കാൻ കഴിയും? പക്ഷെ ഞാൻ ചോദിക്കുന്നൊക്കെ ഇതൊരു എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഇത് ഈ അവന്തിക എന്ന ആള് ഈ ജില്ലാ സെക്രട്ടറിയാണ് വിളിച്ചു പറയുന്നത് BJP-യുടെ. കാരണം അവിടെ നമുക്കറിയാം BJP 2ാം സ്ഥാനത്ത് അതൊക്കെ പിന്നീട് അന്വേഷിച്ചോളൂ. ജില്ലാ സെക്രട്ടറി വിളിച്ചു പറയാം, അതൊന്നും നമ്മുടെ വിഷയമല്ലോ. അവര് BJP ജില്ലാ പ്രസിഡന്റിനെ വിളിച്ചു പറയാനോ സെക്രട്ടറി വിളിച്ചു പറയാനോ നമ്മൾ പറഞ്ഞതല്ല. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ. അല്ല, സാറൊന്ന് ചിന്തിച്ചു നോക്കണം. BJP 2ാം സ്ഥാനത്ത് വന്നൊരു സ്ഥാനത്ത് BJP-യുടെ ജില്ലാ പ്രസിഡന്റിനെയാണ് വിളിച്ചു പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നിയമപരമായിട്ടത് പോയിക്കൂടെ? ഇന്ന് വരെ ഒരാൾ ഇത് നിയമപരമായിട്ട് അവരുടെ താല്പര്യമല്ലേ ശ്രീ സന്തോഷ്? നമുക്ക് പറയാൻ കഴിയുമോ നിയമപരമായി പോകണം, നിങ്ങൾ നിയമപരമായി പോയാലേ നിങ്ങളുടെ വാർത്ത കൊടുക്കൂ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അല്ല, ഇങ്ങനത്തെ ഒരു ഇഷ്ടപ്പെട്ട എല്ലാ വിഴുപ്പുകളും ഈ ചാനലിൽ വിളിച്ചു പറയുകയും എന്നാൽ അതിന് നിയമ നടപടിയിലേക്ക് ഇവർ പോകുന്നുമില്ല. ഞാൻ പറഞ്ഞത് ആ ഗർഭം നേരെ മറിച്ച് സന്തോഷ്, എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് ഇത്രയേറെ ആക്ഷേപം ഉണ്ടായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോയിക്കൂടാ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് പോകുന്നില്ല? ആ ചോദ്യം മറിച്ചില്ലേ? ഞാനൊരു കാര്യം പറയാം. ഇവർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചവരൊക്കെ സമൂഹത്തിൽ അങ്ങനെ പ്രശസ്തരായ ആളുകളോ അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ പ്രതിച്ഛായ ഉണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ നമ്മളൊരു പൊതുസമൂഹം എന്ന നിലയിൽ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തട്ടിൽ നിർത്താൻ പറ്റുന്ന ആളുകളല്ല ഇവരാരും. അവരെല്ലാം സാധാരണ മനുഷ്യരൊക്കെയാണ്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെയാണ്. അവരിങ്ങനെ പരാതി ഉന്നയിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പ്രധാനപ്പെട്ട ഒരു ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 യുവജന സംഘടനകളിലൊന്നാണ് യൂത്ത് കോൺഗ്രസ്. കേരളത്തിലെ 140 പേർക്ക് മാത്രമേ MLA-മാരായുള്ളൂ. അതിലൊരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും 140 പേരിൽ ഒരാളാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ഒരാൾക്കെതിരെ പരാതി വന്നപ്പോൾ അയാളുടെ എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു, എനിക്ക് നേരെ വ്യാജ ആരോപണമാണ് ഈ സ്ത്രീകളൊക്കെ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തോ? അല്ലെ കൊടുക്കുമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അതെന്താ പറയാത്തത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിയമസഭയിൽ അടക്കം എത്ര ആരോപണങ്ങൾ വന്നു? നിയമസഭയിൽ ഉന്നയിക്കുന്ന ആരോപണവും പുറത്ത് ഉന്നയിക്കുന്ന ആരോപണവും രണ്ടാണ്. നിയമസഭയിൽ ഒരുപാട് പ്രിവിലേജുകളുണ്ട് ആരോപണം ഉന്നയിക്കാൻ. പുറത്ത് ഉന്നയിച്ചിട്ടില്ലേ? ഏതെങ്കിലും ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുത്തോ? ഒരു രാഷ്ട്രീയ നേതാവും ഇതേപോലെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല. ശരി, ഓക്കെ. എന്നാലും സന്തോഷം അങ്ങനെയൊക്കെ ന്യായീകരിക്കുമ്പോഴും സന്തോഷം ഇവര് കേസ് കൊടുക്കാത്ത എന്താന്ന് ചോദിക്കുമ്പോൾ സന്തോഷം തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോടും ചോദിക്കണം എന്താണ് നിങ്ങൾ കേസ് കൊടുക്കാത്തതെന്ന്. സന്തോഷം അത്രയും വിശ്വാസമാണെങ്കിൽ. അല്ല, എനിക്ക് വിശ്വാസമല്ല. അല്ല, ഈ രാഹുലിന് ധൈര്യം ഉണ്ടെങ്കിൽ രാഹുൽ കേസ് കൊടുക്കണം, അതല്ലേ വേണ്ടത്? സാർ, രാഹുൽ കൊടുക്കണം. അത് കൊടുക്കണം. രാഹുലിന് തോന്നുന്നില്ല, രാഹുൽ അതങ്ങനെ പറയാൻ പോലും തയ്യാറല്ല. ഇല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെച്ച് പോകണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ സന്തോഷം. അങ്ങനെ അവരുടെ പാർട്ടി പറയുന്നില്ല. എന്തായാലും ശ്രീ സനീറാണ് ചൊക്ലിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സനീർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളം ഞെട്ടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അങ്ങനെ ഞെട്ടാൻ സാധ്യതയുണ്ടോ? ഇപ്പൊ ഉണ്ടയില്ല വടി എന്നുള്ളത് ഏകദേശം എല്ലാ ജനങ്ങൾക്കും 90% കേരളീയ ജനങ്ങൾക്ക് കാര്യം. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ സമുന്നതരായ പല നേതാക്കന്മാർക്കും ശരിക്കും തലവുപൊക്കി പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്നുള്ളത്. അതിന് എങ്ങനെയെങ്കിലും ഒന്ന് 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് പുറത്തിറങ്ങാൻ എന്താ ഒരു വഴിയെന്ന് ആഗ്രഹിച്ചിട്ട് എന്തൊക്കെയോ പ്രതിപക്ഷ നേതാവ് ഇന്ന് വിളിച്ചു പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത്. ശ്രീ സനീർ, കേരളത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് CPM-നെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരാനിരിക്കുന്നു. BJP-യെ സംബന്ധിച്ച് അത് ഏത് സ്വഭാവത്തിലുള്ള വാർത്തയാണെന്ന് കൂടി പറഞ്ഞു. കാളയെ കൊണ്ട് പ്രകടനം നടത്തണമെന്ന് പറയുമ്പോൾ ഏത് സ്വഭാവത്തിലുള്ള വാർത്തയാണ് BJP-ക്കെതിരെ വരാനിരിക്കുന്നതെന്നും പറഞ്ഞു. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് വന്ന് പറഞ്ഞിട്ട് നാളെ ആ വാർത്ത വന്നില്ലേ പ്രതിപക്ഷ നേതാവ് ഇതിന് മറുപടി പറയേണ്ടി വരില്ലേ? തീർച്ചയായും അതാണ് നമ്മൾ കണ്ണ് കാണാൻ പോകുന്ന പോലും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെ നമുക്ക് പറയാൻ കഴിയും? പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പാഴ്വാക്കായി പോയിട്ടുണ്ടോ? സനീർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. ശരി, അതെ. ശ്രീ MB മണിയാണ് ഷൊർണൂരിൽ നിന്നും. ശ്രീ MB മണി, നമ്മുടെ രാഷ്ട്രീയത്തിൽ ചർച്ചയാവേണ്ട വിഷയങ്ങളല്ല ചർച്ചയ്ക്ക് വരുന്നത്. അത് രാഷ്ട്രീയം കൂടുതൽ മലിനമാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് എല്ലാ മുന്നണിയിൽ നിന്നുമൊക്കെ ഇപ്പോൾ വരുന്നത്. ഇനിയും അടുത്ത മുന്നണികൾക്കെതിരെ വരാൻ പോകുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതായത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യം നേടിയ ആദ്യത്തെ 5 പൊതുതെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും 30 കൊല്ലത്തിലേറെ കാലം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുകയും ചെയ്തൊരു പാർട്ടിയാണ് ഈ കോൺഗ്രസ്. അതായത് സ്വാതന്ത്ര്യം നേടുന്നതുവരെ കോൺഗ്രസും ബ്രിട്ടീഷ് മേധാവിത്വം തമ്മിലായിരുന്നു വെല്ലുവിളിയെങ്കിൽ
ഇപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണ് വെല്ലുവിളി നടത്തുന്നത്. ഇത് സർക്കാർ ചെലവിലാണ് ഇവിടെ നടന്നത്. നമ്മൾ ചിന്തിക്കേണ്ട കഥ ഏതാണ്? ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ജനങ്ങളെ പുച്ഛിച്ച് ജനങ്ങളെ വെല്ലുവിളിച്ച് ഞെട്ടിക്കാൻ നടക്കുകയാണ് ഇവിടെ സാധാരണക്കാരുടെ കാര്യങ്ങളല്ല ഇവർക്ക് വിഷയം. അതായത് ഇവിടെ ഭരണമെന്ന് പറയുന്നത് നടക്കുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുടെയും നാടിന്റെയും പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന് പരിഹാരം കാണുകയുമായിരിക്കും, ഞെട്ടിക്കലാവരുത്. കാരണം ഇവര് വെല്ലുവിളി നടത്തുന്നത് ആർക്ക് നേരെയാണ്? ഇവർക്ക് ജനങ്ങൾക്ക് നേരെയാണ്. ഇവര് ഭരണം നടത്തുന്നില്ല. ഈ ഭരണകൂടമെന്ന് പറയുന്നത് പ്രതിപക്ഷവും ഭരണകക്ഷിയും കൂടെ ചേരുന്നതാണ്. അപ്പൊ ഭരണകക്ഷിയുടെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടാൽ പ്രതിപക്ഷം അത് ചൂണ്ടിക്കാണിക്കുകയാണ് വേണ്ടത്. അത് തിരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതാണ് വെല്ലുവിളിയെ റോഡിലിറങ്ങിയിട്ടോ മറ്റേ ജനകീയ സമീപിക്കലല്ല. ഇത് നാണക്കേടാണ്. ഇത് രാഷ്ട്രീയ പ്രവർത്തനമല്ല. ഇത് തെമ്മാടിത്തരമാണ്. ഇതിനെതിരെയാണ് പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടത്. അതാണ് പറയാനുള്ളത്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അദ്ദേഹം വേറൊരു ആംഗിളിൽ കൂടി അതിനെ കുറെ കൂടി ഗൗരവമായി മറ്റൊരു ആംഗിളിൽ സമീപിക്കുകയാണ്. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നും. ശ്രീ ഗൗതം, താങ്കളിലേക്ക് വരും മുമ്പ് ഒന്ന് രണ്ട് യൂട്യൂബ് കമൻറ്റുകൾ കൂടി പെട്ടെന്നൊന്ന് വായിച്ചേക്കാം എന്ന് കരുതുന്നു. നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ഷിജു കിരിയത്ത് ചോദിക്കുന്നു. സതീശൻ സാർ ഓൾവേസ് സ്റ്റാൻഡ്സ് ഫോർ ജസ്റ്റിസ്, ഹി വിൽ നെവർ സ്റ്റാൻഡ് അഗൻസ്റ്റ് ദി സിസ്റ്റം, വി ക്യാൻ ട്രസ്റ്റ് ഹിം എന്നാണ് ഷിജു കിരിയത്ത് പറയുന്നത്. കൈവശം ബോംബുണ്ടായിരുന്നെങ്കിൽ അത് പൊട്ടിക്കാൻ രാഹുലിൻ്റെ കാര്യം വരുന്നത് വരെ താമസിപ്പിച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് രഘുനന്ദനൻ തിരുവില്ലാമരം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ സാറേ എന്ന് ജയകുമാർ ചോദിക്കുന്നു. പ്രമോദ് നാണു പറയുന്നു, ഇനി സതീശനും ഷാഫിയും കൂടി പുറത്തു പോകണം, എന്നാലേ കോൺഗ്രസ് രക്ഷപ്പെടുമെന്ന് പ്രമോദ് നാണു പറയുന്നു. എന്താ പ്രമോദ് നാണു കോൺഗ്രസ്സുകാരനായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. എന്തായാലും മറ്റേ ഒരാൾ പറയുന്നു, വീട്ടിൽ പറ്റില്ല, എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. തോമസ് കെ സി എന്ന് പറയുന്ന ആളാണ്. താങ്കൾ ദയവ് ചെയ്ത് ഈ മംഗ്ലീഷ് എഴുതാതെ ഒന്നുകിൽ മലയാളത്തിൽ എഴുതുക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുക. മംഗ്ലീഷ് എഴുതിയാൽ വായിക്കാനൊക്കെ വലിയ പ്രയാസമാണ്. ബാംഗ്ലൂർ യൂട്യൂബ് പറയുന്നു, ധർമ്മസ്ഥലയെക്കുറിച്ച് തെറ്റായ വാർത്ത കൊടുത്തതിന് മാപ്പ് പറയണം. ഈ വക വ്യക്തിപരമായ വിഷയങ്ങൾ വാർത്തയാക്കുന്ന മാധ്യമരംഗത്തെ അപജയമാണ്. അങ്ങനെയൊന്നും അല്ല ശ്രീ ബാംഗ്ലൂർ യൂട്യൂബ്. ധർമ്മസ്ഥലയെക്കുറിച്ച് ഒരാൾ ആരോപണം ഉന്നയിക്കുന്നെങ്കിൽ അത് വാർത്തയാണ്. അവിടെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു, അന്വേഷണം നടത്തി, അതെല്ലാം വാർത്തയായി കൊടുത്താണ്. ഇപ്പോഴും ആ അന്വേഷണം സംബന്ധിച്ച് ആളുകൾക്ക് അന്വേഷണത്തിൻ്റെ രീതി അട്ടിമറിച്ച് സംബന്ധിച്ചൊക്കെ സംശയങ്ങളുണ്ട്. അത്തരം സംശയങ്ങളൊക്കെ ഉള്ളപ്പോൾ അത് വാർത്തയാണ്. അല്ലാതെ വിശ്വാസയോഗ്യമായി അവിടെ ഒന്നും നടന്നിട്ടില്ല എന്നൊന്നും എവിടെയും വന്നിട്ടില്ല. ചിലർ മറിച്ചു പറയുന്നു എന്ന് കരുതി അപ്പോൾ തന്നെ അതെല്ലാം അവസാനിച്ചു എന്ന് പറയാൻ കഴിയും. ആദ്യ ദിവസം ചില അസ്ഥികളൊക്കെ അവിടുന്ന് കണ്ടെടുത്തല്ലോ. ആ അസ്ഥികളൊക്കെ ആരുടേതാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അപ്പോഴും അവിടെ അവശേഷിക്കല്ലേ. അത്തരം കാര്യങ്ങളൊക്കെ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. ബാംഗ്ലൂർ യൂട്യൂബ് സ്വയം അങ്ങ് മാപ്പ് പറഞ്ഞാൽ മതി അത്തരം കാര്യത്തിലൊക്കെ. സുനിൽകുമാർ പറയുന്നു, കിരൺ സാർ നമസ്കാരം എന്ന് പറയുന്നു. സതീശൻ ഒരു കൊച്ചു കള്ളനാണ്, ചർച്ച തിരിച്ചു വിട്ടില്ലേ, സൈക്കോളജിക്കൽ മൂവ്, പടക്കം കത്തിക്കുന്നതിന് മുമ്പ് വെള്ളമൊഴിച്ചു കെടുത്തി, എന്താണെന്ന് അറിയില്ല, അത് ബാക്കിയെല്ലാം ഇംഗ്ലീഷ്. ധർമ്മസ്ഥല ന്യൂസ് 18 കുറേ ആഘോഷിച്ചത്, അതൊന്നുകൂടി ചർച്ചയ്ക്കെടുക്കണം എന്ന് സുനിൽകുമാർ പറയുന്നു. ചർച്ചയ്ക്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ചർച്ചയ്ക്കെടുക്കാം. നമ്മളിതിനു മുമ്പും ചർച്ചയ്ക്കെടുത്തിട്ടുള്ളതാണല്ലോ. എന്തായാലും സതീശൻ ഞൊട്ടും എന്നൊക്കെയാണ് ബിജു MH പറയുന്നത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഗൗതം, താങ്കൾക്ക് പറയാം. ശ്രീ ഗൗതം പറഞ്ഞോളൂ. ഹലോ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞൊട്ടും, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എന്താണ് താങ്കൾക്ക് പറയാനുള്ള കാരണം? ഒരു ആരോപണവുമില്ല പ്രതിപക്ഷ നേതാവ്. അവരെ പാർട്ടിയിലല്ലേ കള്ളക്കണിയുള്ളത്. അല്ല, പ്രതിപക്ഷ നേതാവ് പറയുന്ന BJP നേതാവിനെതിരെ CPM-ന്റെ നേതാക്കൾക്കെതിരെയും ഒക്കെ ആരോപണമുണ്ട്. അത് വരും ദിവസങ്ങളിൽ വരും എന്നാണ് പറയുന്നത്. ആരോപണവുമില്ല, ഒരു കോപ്പുമില്ല പ്രതിപക്ഷ നേതാവിന്റെ. അതെങ്ങനെയാണ് താങ്കൾക്ക് ഉറപ്പിച്ചു തരാം? താങ്കളോട് പറഞ്ഞിട്ടാണോ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നത്? അവരെ പാർട്ടിയിലല്ലേ ഇപ്പൊ കാണാൻ? അവരുടെ പാർട്ടിയിലുണ്ട്, അത് സംഭവിച്ചല്ലോ. അതല്ല, അവരൊരു ആരോപണം ഉന്നയിക്കുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അത് തെറ്റാണെന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അവര് വിടും ആരോപണം. വിടും എന്നല്ലേ അവര് പറഞ്ഞത്? അത്ര ധൈര്യമുണ്ടോന്നൊരു ആരോപണം വിടും. ഒരു നിങ്ങളത് അങ്ങോട്ട് വെല്ലുവിളിക്കണ്ടായില്ല, അവർ ഇങ്ങോട്ട് വെല്ലുവിളിച്ചിട്ട് നിൽക്കുകയാണ്. ഗോവിന്ദമാഷ് അതിന് മറുപടി പറഞ്ഞില്ലേ? ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ട്. ശരി, ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, കേരള രാഷ്ട്രീയത്തിൽ കേൾക്കുന്നൊക്കെയും ഇത്തരം വാർത്തകളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വരുന്നത്. ഇനി വരാൻ പോകുന്നതും സമാനമായ വാർത്തകളാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാറേ. പ്രതിപക്ഷ നേതാവ് എത്ര പ്രതിപക്ഷ ഇതേപോലെ ഒരു ഗതിയത്തെ പ്രതിപക്ഷ നേതാവ് കേരളം ഇതുവരെ കണ്ടിട്ടില്ല.
പറയാനില്ല. അതാണ്. CPM-നെ പറ്റി എന്തിനു പറയാൻ? ഒരു ചുക്കും പറയാനില്ല. അത് ഇതിനെ പറയണ്ടേ? നീ ജാതകം നോക്കി പറയണോ? ഇതിനെ പറ്റി മറുപടി പറയണ്ടേ? ചുമ്മാ ആവശ്യം വിടുവാതെ അടിച്ചുകൊണ്ട് കിടക്കണം. അവരുടെ മുഖ്യ ഇതിനു മുമ്പ് അങ്ങനെ എന്തെങ്കിലും ശ്രീ മഹി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം, അങ്ങനെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുമെന്ന് പറഞ്ഞിട്ട് ഉന്നയിക്കാതിരിക്കുകയോ അങ്ങനെ വാക്ക് പറഞ്ഞിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അത് അവരല്ലേ തീരുമാനിക്കുന്നത്. ഇന്ന് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമല്ലല്ലോ. വരും ദിവസങ്ങളിൽ പുറത്തുവിടും, അധികം വൈകില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നതിന് കാത്തിരിക്കുക എന്നല്ലേ കഴിയുള്ളൂ. ഇന്ന് തന്നെ വിടണമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അല്ല കോൺഗ്രസിന്റെ കുറെ നേതാമാര് തുടിയിലെ പറയാൻ പോലെയുള്ളൂ. ഒരു സംശയമില്ല. അങ്ങനെയൊക്കെ ഉള്ളു. വല്ല ഓരോ മഹിയുടെ പക്കലുണ്ടോ? അല്ല വഴി കാണാം. ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്താണ് ഇത്തരം ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? നമസ്കാരം കിരണേ. നമസ്കാരമുണ്ട്. ഇന്ന് ഓണം തുടങ്ങുകയാണ്, അതുകൊണ്ട് അഡ്വാൻസ് ഹാപ്പി ഓണം എല്ലാവർക്കും. ശരി, ഓക്കെ. താങ്കൾക്കും കേരളത്തിലും എല്ലാം നല്ല ഐശ്വര്യം നിറഞ്ഞ സമൃദ്ധമായ ഒരു ഓണം ആഘോഷിക്കട്ടെ. പിന്നെ എന്റെ കിരണ, എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഇച്ചിരി സമയം ഒരു 2 മിനിറ്റ് ഞാൻ പെട്ടെന്ന് തീർക്കാം. പിന്നെ ഈ എങ്ങനെയെങ്കിലും ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ മതിയെന്ന് ഞങ്ങളെ പോലെ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്നറിയാമോ? ഈ ചാനലുകൾ മുഴുവനും ഈ ഒരു മാങ്കൂട്ടത്തിന്റെയും സതീശന്റെയും പിന്നെ കോൺഗ്രസിന്റെയും CPM-ന്റെയും പുറകെ പോയിട്ട് TV തുറന്നാൽ എല്ലാ ചാനലും ഇത് മാത്രമായി 3-4 ദിവസം കഴിയുമ്പോൾ ഏതായാലും ഇത് മാറ്റാതെ പറ്റുകയില്ല. കാരണം ഓണം ഇങ്ങോട്ട് വന്ന് അടിച്ച് കയറിക്കോളും. അതുകൊണ്ടിപ്പം ഏറ്റവും വലിയ പ്രാർത്ഥന പെട്ടെന്ന് അങ്ങോട്ട് 3-4 ദിവസം കഴിയണമെന്നാണ്. കാരണം ഇത് ഒരു അന്തവും കുന്തവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് VD സതീശനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന നേതാവൊക്കെ ആയിരുന്നു. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചോളണം. അതായത് ഈ മാങ്കൂട്ടത്തിനെ പറ്റിയൊരു ഇത്രയും മോശപ്പെട്ട രീതിയിലുള്ള പരാതികൾ വരികയും ഈ പ്രശ്നം ഇത്രയും വഷളാകുകയും ചെയ്തപ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നോ ഇല്ലയോ? യെസ് ഓർ നോ, ഒറ്റ ചോദ്യം മാത്രം. യെസ് ആണ് ഉത്തരവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അയാളെ ഇപ്പൊ സസ്പെൻഡ് ചെയ്തെന്നാ പറയുന്നത്. അയാളെ ഡിസ്മിസ് ചെയ്യുക പാർട്ടിയിൽ നിന്ന്. അയാളുടെ MLA സ്ഥാനം എങ്ങനെ കളയാവോ അങ്ങനെ കളയാൻ നോക്കുക. അതല്ല എങ്കിൽ നോ എന്നാണെങ്കിൽ നിങ്ങൾ അയാൾക്കൊപ്പം നിന്ന് നേരെ മാനനഷ്ടത്തിന് ഈ ആരോപണം കൊണ്ടുവന്ന അവരുടെ എല്ലാം അങ്ങനെയൊക്കെ നമുക്ക് ഒരാൾക്കെതിരെ ആരോപണം വന്നാൽ അപ്പോൾ തന്നെ അയാൾ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ അയാൾ നിരപരാധിയാണ് എന്നൊക്കെ പറയാൻ കഴിയുമോ? അത്തരം കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്തില്ലേ? അതുകൊണ്ട് ഏത് നേതാവിനായാലും അങ്ങനെയൊക്കെ വന്നാൽ അവർക്ക് ധാർമ്മികമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരാൾ കുറ്റക്കാരനല്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ കിരണ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് ഒറ്റ വിഷയം. എനിക്ക് മനസ്സിലായി ശ്രീ ശശിധരൻ. താങ്കൾ പറയുന്നത് തെറ്റുകാരനല്ല എങ്കിൽ അയാളെ സംരക്ഷിക്കണം, തെറ്റുകാരനാണെങ്കിൽ പൂർണ്ണമായും പുറത്താക്കണം, അതല്ലേ പറഞ്ഞത്? അതെ. പക്ഷെ വേറെ അത് എങ്ങനെ അറിയാൻ കഴിയും ഒരാൾ തെറ്റുകാരനാണോ ഇല്ലയോ എന്ന്? അതിപ്പോ വലിച്ചു നീട്ടി വേറെ ആരോ CPM-ന്റെ പുറത്ത് കൊണ്ടുപോയി വയ്ക്കാനും അല്ല നോക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ നിസാമാണ് കൊല്ലത്ത് നിന്നാണ്. ശ്രീ നിസാം, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള അങ്ങനെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ച് കുറച്ചു കാലം മുമ്പ് നമ്മുടെ കോട്ടയത്ത് വെച്ച് ഒരു പ്രശ്നം ഉണ്ടായതിനെ സംബന്ധിച്ചുണ്ട്. അതിനെതിരെ ആർക്കും നടപടി എടുക്കേണ്ട, ആരെയും പുറത്താക്കണ്ട. എന്ത് പ്രശ്നമാണ് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടുണ്ടായത്? പണ്ടൊരു സ്ത്രീയുമായിട്ടുള്ള പ്രശ്നം. ഏത് സ്ത്രീയുമായിട്ട് ബന്ധം? ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്നതാണ്. ആര് കൊണ്ടുവന്ന സ്ത്രീ? അത് രാഹുൽ ഗാന്ധി തന്നെ കൊണ്ടുവന്നത്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുത് ശ്രീ നൈസാം. നൈസാം, അങ്ങനെ ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ ഒരു നേതാവിനെതിരെ എന്തും വിളിച്ചു പറയാവുന്നതാണോ? അത് ശരിയല്ല, അത് രാഷ്ട്രീയമല്ല. ഇത് രാഷ്ട്രീയമല്ല, ഇത് നാണം കെട്ട പരിപാടിയാണ്. അങ്ങനെ ചെയ്യരുത്, അത് മോശമാണ്. താങ്കളെ പോലെ ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ ആർക്കെതിരെ എന്തും വിളിച്ചു പറയാം? ഒരാൾ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു എന്നൊക്കെ കണ്ട് വിളിച്ചു പറയാം. താങ്കൾ കണ്ടോ? താങ്കൾ കണ്ടോ ഇത്? ഞാൻ കാണണ്ടല്ലോ. പിന്നെ താങ്കൾ എങ്ങനെ അറിഞ്ഞു? ദൈവം ഉണ്ടോന്ന് കണ്ടിട്ടാണ് നമ്മള്. താങ്കൾ എങ്ങനെ അറിഞ്ഞു? താങ്കളോട് ആരെങ്കിലും വന്ന് പറഞ്ഞോ? ഒരു മാധ്യമവും ഇല്ലല്ലോ. അങ്ങനെ രാഹുൽ ഗാന്ധി കേരളത്തിലെ ഏതെങ്കിലും സ്ത്രീകളോട് വന്നിട്ട് കൊണ്ടുവന്ന് വേറെ മോശപ്പെട്ട രീതിയിൽ ഇടപെട്ടു എന്നൊരു വാർത്ത കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ കൊടുത്തോ? ഏത് മാധ്യമമാണ് കൊടുത്തത്? ഒരു ഏഷ്യാനെറ്റും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത ഈ അടുത്ത കാലത്തൊക്കെ ഞങ്ങളുമൊക്കെ വാർത്ത കാണുന്നവരാണ്. രാഹുൽ ഗാന്ധി അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും സ്ത്രീയായിട്ട് കൊണ്ടുവന്നിട്ട് അവരുമായിട്ട് മോശപ്പെട്ട ഇടപാട് നടത്തിയെന്ന് ഒരു വാർത്തയും ഒരു പത്രത്തിലും ഒരു ചാനലിലും വന്നിട്ടില്ല. താങ്കൾ ചുമ്മാതെ ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയും. താങ്കൾ എന്താണ് ചെയ്യുന്നത്? അല്ല, ഞാൻ കാര്യമായി ചോദിച്ചത്, താങ്കൾ എന്ത് ചെയ്യുന്ന ആളാണ്? പൊതുപ്രവർത്തകനാണ്. ഏത് പാർട്ടിക്കാരനാണ്? ഏത് പാർട്ടിയായാലും പാർട്ടി. അത് താങ്കളുടെ പാർട്ടി പറയാൻ ഇത്ര നാണക്കേട് എന്താണ്?
ഞാൻ ജനതാദളുകാരനാണ്. ജനതാദളുകാരനോ? ജനതാദളിന്റെ ഏതെങ്കിലും കമ്മിറ്റിയിൽ ഈ ആരോപണം താങ്കൾ ജനതാദളിന്റെ ഏതെങ്കിലും നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ടോ? ഉണ്ടായത് ഈ ലോകത്ത് നടന്ന ശ്രീ കാര്യം. നൈസാം, ഏതെങ്കിലും ജനതാദളിന്റെ നേതാക്കൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? തെളിവ് വേണമെങ്കിൽ നിങ്ങൾ അല്ല, എങ്ങനെ താങ്കൾ ആദ്യം പോയി താങ്കളുടെ നേതാക്കളോട് പറയൂ ഇങ്ങനെ ഒരു ആരോപണമുണ്ട്, താങ്കൾക്ക് അറിയാം, അത് ഉന്നയിക്കാൻ പറയൂ. എനിക്കറിയാവുന്ന കേസല്ല. ഞാൻ താങ്കൾക്ക് അറിയാവുന്ന കേസാണെങ്കിൽ താങ്കൾ സ്വന്തം നേതാക്കളോട് ആദ്യം പറയൂ. ഏത് ജനതാദളിലാണ് താങ്കൾ പെടുന്നത്? ഏതായാലും ശരി, നിങ്ങൾക്ക് രേഖ ഞാൻ അയച്ചു തരാം. അല്ല ശ്രീ നൈസാം, ഏത് ജനതാദളിലാണ് താങ്കൾ പ്രവർത്തിക്കുന്നത്? വെറുതെ വന്ന് ഒരാൾ ജനതാദളിലാണെന്ന് പറയുന്നത്, എനിക്ക് ജനതാദളിലാണെന്ന് അറിയില്ല. ജനതാദളുകാരൊക്കെ സാധാരണഗതിയിൽ അങ്ങനെ മോശപ്പെട്ട രീതിയിൽ അഭിപ്രായം പറയുന്ന ആളുകളൊന്നുമല്ല. ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനാണ്, അയാൾ കള്ളം പറഞ്ഞാണോ ഒന്നും അറിയില്ല. രാജ്യത്ത് അങ്ങനെ പല പല കഥകൾ പലർക്കെതിരെ പറയും. അതൊന്നും പൊതുവേദിയിൽ വിളിച്ചു പറയേണ്ടതോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ പറയേണ്ടതോ അല്ല. ആളുകൾ ഒരാൾക്കെതിരെ ഒരു കഥ വെറുതെ വിളിച്ചു പറയുക, കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുക. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും എന്തായാലും അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി വന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏതെങ്കിലും സ്ത്രീയായിട്ട് മോശമായി പെരുമാറിയെന്നോ ആരെങ്കിലും കൊണ്ടുവന്നൊന്നും അങ്ങനെയൊന്നും റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു വാർത്ത ഉണ്ടാകുന്നത് സ്വാഭാവികമായും കേരളത്തിൽ വലിയ ചർച്ചയും ഇതുമൊക്കെ ആവേണ്ടതാണ്. ഈ നൈസാമിനെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തകരെ എങ്ങനെ ഒരു പാർട്ടിക്ക് കൊണ്ടുനടക്കാൻ കഴിയുന്നു എന്നത് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ കെ ജി കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഞാൻ ഈ വിഷയത്തെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അപ്പോ അല്ല, സസ്പെൻഡ് ചെയ്ത് ഈ പ്രതിപക്ഷ നേതാവ് സതീശൻ അദ്ദേഹം ഇന്നിപ്പോ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ കടന്ന് പിന്നെ എതിർ ശബ്ദം ഉന്നയിച്ചവർക്കെതിരെ ഇങ്ങനെ ആക്രോശിക്കുമ്പോൾ ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാഹുൽ രാജിവെക്കുകയോ അല്ലെങ്കിൽ ഇവർ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ആൾക്കാർക്കെതിരെ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയണം. അല്ലാതെ വലിയ കള്ളം ഞെട്ടും അങ്ങനാന്ന് ഇങ്ങനാന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു പയ്യൻ വളർത്തുദോഷം കൊണ്ട് വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അയൽക്കാരനെ നോക്കിയിട്ട് അയൽക്കാരന് നേരെ ആക്രോശിച്ചിട്ട് വല്ല കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരെ നന്നായിട്ട് വളർത്താൻ ശ്രമിക്കുക. പ്രതിപക്ഷ നേതാവ് അതാണ് ആദ്യം ചെയ്യുന്നത്. ശരി, എന്തായാലും താങ്കൾ പറഞ്ഞത് അങ്ങനെ ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ കുറച്ച് ദിവസമായല്ലോ വിളിച്ചിട്ട്, എന്ത് പറ്റി? കേൾക്കാറുണ്ട്. ശരി, ഓക്കെ. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് ഈ വിഷയത്തിൽ കൂട്ടി പറയാനുള്ളത്, പ്രതിപക്ഷ നേതാവ് ഇപ്പൊ ഇതിനു മുന്നും പല കാര്യങ്ങളും കൊണ്ടുവന്നത് കോടതി വരെ പോയിണ്ടായിരുന്നു. കോടതിയിൽ നിന്ന് നമുക്ക് എന്താണ് ഉണ്ടായ അനുഭവങ്ങൾ എന്നൊക്കെ വെച്ച് നോക്കാം നമുക്ക്. പിന്നെ ഇപ്പൊ നേരത്തെ ഒരു പ്രേക്ഷകൻ സാറിന്റെ മെസ്സേജ് വായിച്ചു, രഘുനന്ദന സാറ്. അദ്ദേഹം പറഞ്ഞിരുന്നു, എന്തിനാണ് ഈ വി ഡി സതീശൻ സാറ് ഇത്രയും ദിവസം ഈ രാഹുൽ മാങ്ങോട്ടത്തിന്റെ പ്രശ്നം വരുന്നവരെ ഈ സാധനം ഒളിപ്പിച്ചു വെച്ചിരുന്നത്. എനിക്ക് തോന്നുന്നത് സന്ദീപ് വാര്യര് പറഞ്ഞിട്ടാണോ ഈ പറയണ മാതിരിയാണെങ്കിൽ സന്ദീപ് വാര്യര്, ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് അറിയാം, ഞാൻ ഒരു തവണ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സന്ദീപ് വാര്യര് ഇതിനേക്കാളും വലിയ നാറ്റം നാറും. അത് വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് സന്ദീപ് വാര്യർ പോകണ്ട. കോൺഗ്രസിൽ ഇപ്പൊ മര്യാദയ്ക്ക് ജീവിച്ചു പോകട്ടെ. ഇനിയിപ്പോ CPM-നെതിരാണ് കൊണ്ടുവരണമെന്ന് വെച്ചാൽ CPM-ന് ഇതിനേക്കാളും വലിയ ഞെട്ടലുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലത്തുള്ള ഞെട്ടലുകളാണെങ്കിൽ സതീശൻ വെറുതെ അത് എന്താ പറയാ, വെറുതെ മെനക്കെട്ടലായിരിക്കും. ഞാൻ പറയണെങ്കിൽ ഏറ്റവും ഈ സാറ് പറഞ്ഞല്ലോ നേരത്തെ, ഈ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തല്ലോ എന്ന്, ഇതിലും കൂടുതൽ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ സസ്പെൻഷൻ നടപടിക്രമം പാലിച്ചാണ്. ഒരു പാർട്ടിക്ക് ഒരു നടപടിക്രമം ഉണ്ട്. സുരേന്ദ്രൻ, ഞാൻ അങ്ങനെ സസ്പെൻഡ് ചെയ്തതിനപ്പുറം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചില്ല. ഇന്നലെ ചോദിച്ചത് അദ്ദേഹത്തിന്റെ MLA സ്ഥാനം തന്നെ രാജിവെക്കണ്ടെന്നാണ് ചോദിച്ചത്. അങ്ങനെ ഒരു നടപടി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നടപടി പറയാം. അല്ലാതെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത് തന്നെ MLA സ്ഥാനം രാജിവെക്കണ്ടേ എന്നുള്ള ചോദ്യമാണ് ചർച്ച ചെയ്ത് തന്നെ. അല്ലാതെ ഈ നടപടി മതി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സാറ് പറഞ്ഞത് ഇതിനു മേലെ ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല. ഇതിനു മേലെ ആ പാർട്ടിക്ക് ചെയ്യാൻ കഴിയും, ഇതിനു മേലെ ആ പാർട്ടിക്ക് MLA സ്ഥാനം രാജിവെപ്പിക്കാനൊക്കെ കഴിയും. അവർ രാജിവെപ്പിക്കുന്നില്ല. രാജിവെപ്പിക്കാതിരിക്കാനുള്ള കാരണമാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അല്ലാതെ എന്ത് ചെയ്യാൻ, ഞാൻ ഇത്രയും നടപടി മതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്തും. MLA സ്ഥാനം രാജിവെക്കേണ്ട ഇപ്പൊ ഇദ്ദേഹത്തെ കുരുക്കിൽ കൊണ്ട് ചാടിക്കുക ചെയ്ത കോൺഗ്രസ് ബാക്കിയുള്ള സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറ്റി, എല്ലായിടത്തും മാറ്റി. അപ്പോഴാണ് ഈ ചോദ്യം വന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കാത്തതെന്ന് ചോദ്യം വരുന്നത്. ഈ സതീശനും ഇവരെല്ലാവരും കൂടി ഇതിപ്പോ രാഹുൽ മാങ്ങാട്ടത്തിനെ വലിയൊരു കുരുക്കിൽ കൊണ്ട് ചാടിച്ചേക്കുക. അല്ലെങ്കിൽ അത് അങ്ങനെ പറയാൻ കഴിയത്തില്ല സുരേന്ദ്രൻ. അതിനകത്തൊരു ഒരു നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ കോൺഗ്രസ് നടപടിയെടുത്തു, പക്ഷേ MLA സ്ഥാനത്തുനിന്ന് രാജിവെപ്പിച്ചില്ല. അതിന് അവർ പറയുന്നത് മറ്റു പാർട്ടികളൊന്നും ഇങ്ങനെ സമാനമായ അവസ്ഥ വന്നപ്പോൾ രാജിവെപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ രാജിവെപ്പിക്കുന്നില്ല, ഞങ്ങൾ നടപടി എടുത്തില്ല എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. സാറിനോട് ഞാൻ ചോദിക്കുന്നത്, ഈ നടപടിക്രമം പാലിച്ചാണോ ഈ സസ്പെൻഷൻ? കോൺഗ്രസ് പാർട്ടിയുടെ നടപടിക്രമം പാലിച്ചാണോ സസ്പെൻഷൻ എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. എന്തായാലും കോൺഗ്രസ് പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്യുന്നതിന് സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ സസ്പെൻഷൻ അറിയിച്ചു കഴിഞ്ഞാൽ അത് സസ്പെൻഷൻ ആയിട്ടാണ് കാണുന്നത്.
അല്ല, അവിടെയാണ് പറയുന്നത് നടപടിക്രമങ്ങൾ പാലിക്കാത്ത ഒരു വ്യക്തി സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വെറുതെ വിഡ്ഢികളാക്കുന്ന ഒരു അങ്ങനെയല്ല. അത് ഇല്ല സുരേന്ദ്രൻ, ഒരാളെ സസ്പെൻഡ് ചെയ്താൽ സസ്പെൻഡ് ചെയ്ത് തന്നെയാണ്. കോൺഗ്രസിന്റെ ഒക്കെ ഒരു രീതി ഉണ്ടല്ലോ, അവരുടെ രീതി അവർ അങ്ങനെയാണ്. KPCC അധ്യക്ഷൻ ആരെ വേണം സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്, സസ്പെൻഡ് ചെയ്യാം. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. സസ്പെൻഷൻ എടുക്കുന്ന ആളെ എത്ര കാലം സസ്പെൻഷൻ നിർത്തണം, അയാളെ തിരിച്ചെടുക്കണം, അതൊക്കെ ആ പാർട്ടിക്ക് പിന്നീട് തീരുമാനിക്കും. പാർട്ടി എന്തെങ്കിലും കമ്മീഷനെ വെച്ചിട്ടാണോ ഇത് സസ്പെൻഡ് ചെയ്താണ് ആരെങ്കിലും? അങ്ങനെ കമ്മീഷൻ വെക്കണമെന്നൊന്നുമില്ലല്ലോ ഒരു പാർട്ടി സസ്പെൻഡ് ചെയ്യുന്നതിന്. ആ പാർട്ടിക്ക് നാണക്കെ ഉണ്ടാക്കുന്ന ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നതിന് കമ്മീഷൻ വെക്കണമെന്നുണ്ടാണ്. അതൊക്കെ ഇതിന് പിന്നീട് നടത്തേണ്ട കാര്യങ്ങളല്ലേ. എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ശരി, ഓക്കെ സുരേന്ദ്രൻ, നമുക്ക് എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വിഷയത്തിൽ ചർച്ച തുടരും. ചങ്ങനാശ്ശേരിയിൽ നിന്നും അജയ്കുമാറാണ്. ശ്രീ അജയ്കുമാർ, BJPക്കാർ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് ഒരു കാളയുമായി പ്രകടനം നടത്തിയിരുന്നു. എന്തിനാണ് ഈ കാളയെ കൊണ്ടുവരുന്നതെന്നൊക്കെ സാധാരണ ജനങ്ങൾക്കറിയാം. ആ കാളയെ BJP ഓഫീസിന്റെ മുന്നിൽ തന്നെ കെട്ടിയേരെ അത് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ആ കാളയും കൊണ്ട് ഒരു പ്രകടനം നടത്തേണ്ടി വരും എന്നാണ് സതീശൻ പറഞ്ഞത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ആത്മാർത്ഥമായിട്ടൊരു അഭിപ്രായം പറയട്ടെ. ഇതുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം ആത്മാർത്ഥമാണെങ്കിലും കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് എനിക്ക് ഈ VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ ബഹുമാനവും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന പേരിൽ നിരുപാധികം പിൻവലിക്കുന്നു. കാരണം അയാളുടെ മുമ്പിൽ രാഹുലിനെ പറ്റിയുള്ള പരാതി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എത്തിയിരുന്നെന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അയാൾ എന്ത് നടപടിയെടുത്തു? പാർട്ടി തല നടപടിയെടുത്ത് ഉത്തരവാദിത്തപ്പെട്ട പോലീസിനെ അറിയിപ്പിച്ചു. ഇനിയും കാളയം കൊണ്ട് BJPയുടെ ഓഫീസിൽ പോകും. ഇനിയിപ്പോ BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിൽ എന്തെങ്കിലും പരാതി വരികയോ, കേരള മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിയുടെ പേരിൽ എന്തെങ്കിലും പരാതി വരികയോ ഒക്കെ ചെയ്തിട്ട് വരട്ടെന്നേ. പക്ഷേ അതൊക്കെ കൊണ്ട് നിങ്ങൾ അപ്പൊ ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്നലെ അറിയാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്നലെ അറിയാവുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞില്ല, നിയമസഭയ്ക്കകത്തിൽ ഉന്നയിച്ചില്ല, അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടില്ല? അപ്പൊ എന്താണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്? അതായത് അവരുടെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും വേണ്ട കിരൺ, ഇത് ആരും ഒന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. KC വേണുഗോപാൽ ഇന്ന് പാർട്ടിയുടെ രണ്ടാമനാണ് അദ്ദേഹം, ഇല്ലേ? നമ്മളെല്ലാം അദ്ദേഹത്തെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ വൈഫ് ഒരു പ്രൊഫസർ, അവര് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു ക്ലിപ്പിംഗ് ഉണ്ട്. അതെടുത്ത് പ്രിന്റ് ചെയ്തിട്ട് കേരളത്തിലെ എല്ലാ വീടുകളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ഒപ്പോസിഷൻ പാർട്ടീസ്, സ്ത്രീകൾ അത് വായിക്കുന്നവര് കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. ഇനിയിപ്പോ ആരുടെ പേരിൽ എന്ത് ഞെട്ടിപ്പിക്കുന്ന തെളിവുണ്ടാലും ഒരുപാട് പേര് പല ഘട്ടത്തിലുമൊക്കെ ചെയ്തിട്ടുള്ളതാണ് അത്തരം കാര്യങ്ങളൊക്കെ. കേരളത്തിലെ ഒരു പാർട്ടിയും ഈ കാര്യത്തിൽ സ്ത്രീ വിഷയത്തിൽ അപവാദം പ്രചരിപ്പിക്കുന്നതിലും അല്ലെങ്കിൽ യാഥാർത്ഥ്യമുള്ളതിലും അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതിൽ കേരളത്തിലെ ഒരു പാർട്ടിക്കാരും അത്ര മോശക്കാരൊന്നുമല്ല. അല്ല കിരണേ, ഞാൻ പറഞ്ഞത് ഇപ്പൊ KC വേണുഗോപാലിന്റെ ഭാര്യ എഴുതിയിരിക്കുന്ന ഒരു അപവാദമല്ല, അവർക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യം. KC വേണുഗോപാലിന്റെ ഭാര്യ എഴുതിയത് ഓക്കെ ഞാൻ കേട്ട തിരിച്ചാണ്. KC വേണുഗോപാലിന്റെ ഭാര്യ സോഷ്യൽ എഴുതിയത് അത് പൊതുസമൂഹത്തിൽ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് മതി. വേറെ ഒരു തെളിവും വേണ്ട. പാർട്ടിയുടെ ഏറ്റവും അത്യുന്നതനായ നേതാവിന്റെ ഭാര്യയാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഉമാ തോമസും ഷാനിമോൾ ഉസ്മാനും ഒക്കെ പറഞ്ഞത് അതിന്റെ അനുബന്ധമായിട്ടിരിക്കട്ടെ. അപ്പം എന്തൊക്കെ തകിടം പറഞ്ഞാലും VD സതീശ താങ്കളുടെ മുഖം മൂടി അഴിഞ്ഞു വീണ് കഴിഞ്ഞു. ഇനിയും ഒന്നുമില്ല, അതായത് ഒന്നും ഇതിനകത്തിൽ പ്രതിരോധിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ വേറെ അനുവദിക്കാതെ ഒരു കാര്യം കൂടെ പറഞ്ഞോളൂ. ഇപ്പൊ കുറച്ചു മുമ്പേ ഒരു ഒരാൾ വിളിച്ചിട്ട് രാഹുൽ ഗാന്ധിയെ പറ്റി ഒരു അപവാദമോ പരാതിയോ ഒക്കെ പറയുന്ന കേട്ടല്ലോ. അതിനകത്തില് ഒരു വസ്തുതയുണ്ട്. 2019 രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു കൊളംബിയൻ ലേഡിയും അദ്ദേഹത്തിന്റെ അളിയനും പിന്നെ ഒരു കുട്ടിയും ഉൾപ്പെടെ അവിടെ വന്ന് താമസിക്കുകയും ഒരു ദിവസം കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി അവരുടെ കൂടെ ചേരേണ്ടതായിരുന്നു. പക്ഷെ അവർ വന്നില്ല. അടുത്ത ദിവസം അവർ ചെക്കൗട്ടായി പോവുകയും ചെയ്തു എന്നൊരു വാർത്ത. അതും എങ്ങനെ ഒരാളുടെ സുഹൃത്തുമായി വന്നോ അവരുടെ കുടുംബവുമായി വന്ന് താമസിച്ചാൽ അതിനെല്ലാം ഈ വൃത്തികെട്ട കണ്ണിലൂടെ കണ്ടുകൊണ്ട് അവിടെ വേറെ പെണ്ണിനെ കൊണ്ടുവന്ന് അങ്ങനെ പറയുന്നത് എങ്ങനെയാണ് ശ്രീ അജയ്കുമാർ? അല്ലല്ല, ഞാനതിനെ അങ്ങനെ പറഞ്ഞു എന്നല്ല പറയുന്നത്. അല്ല, അങ്ങനെ പറയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കരുത്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ എവിടെയെങ്കിലും പോയാൽ അല്ലെങ്കിൽ അവർ കുടുംബം അവർ രണ്ടുപേരും ഒറ്റയ്ക്കൊന്നും അല്ല, രണ്ടുപേരും മാത്രമായിട്ടല്ല പോയത്, അവരുടെ കൂടെ നിരവധി ആളുകളില്ലേ? അങ്ങനെ ആളുകൾ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ പോയാൽ എന്താണ് തെറ്റ്? അതിനെല്ലാം മറ്റേ കണ്ണിലൂടെ കാണുന്ന ആ കണ്ണിലൂടെ കണ്ട അഭിപ്രായം പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു അന്തസ്സുള്ള മനുഷ്യർക്ക് ചോദിച്ച നിലപാടല്ലത്. അതിനെ അനുകൂലിക്കുന്നത് പോലും നല്ലതല്ല. അല്ല, അനുകൂലിച്ചതല്ല ഞാൻ പറഞ്ഞത്. അയാൾ പറയാൻ ശ്രമിച്ചത് അയാൾ അങ്ങനെ പറയാൻ ശ്രമിക്കരുത്. അയാൾ എങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? ഏതെങ്കിലും ഒരു കേരളത്തിലെ നേതാക്കളൊക്കെ എത്രയോ പേർ എവിടെയെല്ലാം പോകുന്നു, അവരുടെ കൂടെ ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർ തമ്മിൽ അവിഹിതമാണെന്ന് പറയലാണോ? അല്ല അല്ല, അത് ഏത് കണ്ണുകൊണ്ട് കാണലാണ്? അവരുടെ മാനസികാവസ്ഥ എന്താണ്? ഏത് കാലത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്? അതിനെയൊന്നും ഒരു കാരണവശാലും അനുകൂലിക്കാൻ നിൽക്കരുത്. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നത് തന്നെ എന്താ കുഴപ്പം?
ഇനി രാഹുൽ ഗാന്ധിക്ക് ഒരു സ്ത്രീയുമായി വന്നാൽ അവിടെ താമസിക്കൂടെ? അനുകൂലിക്കുന്നില്ല. അല്ല, അത് അദ്ദേഹം ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. ഇത് ഏത് സ്ത്രീക്കും പുരുഷനും തമ്മിൽ അവർക്ക് രണ്ടുപേർക്ക് സമ്മതമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഏത് തരത്തിൽ ബന്ധമുണ്ടായാലും അത് നമ്മുടെ വിഷയമല്ല, അത് നാട്ടുകാരുടെ വിഷയമേ അല്ല, ആ രണ്ടുപേരുടെ മാത്രം വിഷയമാണ്. ഒരു സ്ഥലത്ത് നിന്ന് പരാതി ഉയരുമ്പോൾ മാത്രമേ ഉള്ളൂ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയമായാലും അത് തന്നെയാണ്. സ്ത്രീക്ക് പരാതി ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരുമായും ബന്ധപ്പെടാം, ഏത് സ്ത്രീയുമായും ബന്ധം തുടരാം, അതിൽ ആർക്കും തടസ്സമൊന്നുമില്ല, ആർക്കും യാതൊരു തടസ്സവുമില്ല. അതിനെ നോക്കി പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി അസൂയ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അത്ര അതിനപ്പുറത്തേക്ക് യാതൊരു ഒരു പ്രാധാന്യം കൽപ്പിക്കേണ്ട വികാരമല്ലത്. അത് മനോരോഗമാണത്. അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരാൾ അത് പറഞ്ഞതുകൊണ്ടാണ്. അതും ഒരു ഇന്ത്യയെ സംബന്ധിച്ച് ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, അതിന് നാളെ CPM എതിരായാലും BJP എതിരായാലും കോൺഗ്രസിനെതിരായാലും ഒരു നേതാവിനെതിരെ ഇത്തിമ്മട്ടിൽ വൃത്തിയോട് വിളിച്ചു പറഞ്ഞാൽ അവരോട് ഇങ്ങനെ തന്നെ തിരിച്ചു പറയും. എനിക്ക് മനസ്സിലായി താങ്കളുടെ ഉദ്ദേശശുദ്ധി ഞാൻ മാനിക്കുന്നു. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഇപ്പം പിന്നെ പറഞ്ഞ കോളറോട് താങ്കൾ നല്ല വ്യക്തിപരമായി തന്നെ അതിന്റെ റിപ്ലൈ കൊടുത്തിരുന്നു. അത് വളരെ നന്നായിട്ട് നല്ല ബുദ്ധിയോട് കൂടി താങ്കൾ അത് കൈകാര്യം ചെയ്തു. ഇപ്പോ സാറേ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനോ കോൺഗ്രസ് രാജിവെക്കാത്തത് എന്താണെന്നറിയാം, സാമാന്യം ബുദ്ധിയിലേക്ക് മനസ്സിലാകാം. അപ്പൊ ഇപ്പൊ ഒരു കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷമല്ലേ. അപ്പൊ ഒരു ബൈ ഇലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കോൺഗ്രസിന് അടിവെച്ചു. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ അതൊന്നും അല്ല ചെയ്യേണ്ടത്. ശരിക്കും MLA സ്ഥാനം രാജിവെപ്പിച്ചിട്ട് മാതൃക കാട്ടം. എന്നിട്ട് പാലക്കാടിലെ ഊർജ്ജസ്വലതരായിട്ടുള്ള പിന്നെ ചെറുപ്പക്കാരിൽ ഇപ്പം പിന്നെ എഞ്ചിനീയർ ശബരിനാഥ്, പിന്നെ പാലക്കാടുള്ള നല്ല കാൻഡിഡേറ്റ്സിനെ വെച്ച് അല്ലെങ്കിൽ സീനിയേഴ്സിന്റെ നല്ല എക്സ്പീരിയൻസ് നല്ല ആൾക്കാരില്ലേ, നല്ല റെസ്പെക്ട് ഡിസിപ്ലിൻ ചെയ്യുന്ന ഭരണം കയ്യാളിയ കൂട്ടരില്ലേ. പിന്നെ രാജീവ് ഗാന്ധിനെ കൊണ്ട് പറഞ്ഞത് സാറ് നല്ലോണം അത് പറഞ്ഞു. അതായത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കാൻ, ചെവിയോണ്ട് കേട്ട ഒരിക്കലും വിശ്വസിക്കാൻ. പിന്നെ അവരെ ഓരോരാൾക്ക് വ്യക്തിപരമായിട്ട് ഓരോരോ അന്യോന്യം താല്പര്യം ഉണ്ടെങ്കിൽ അത് അവരായിക്കോട്ടെ, അതെന്തിനും നമ്മൾ നോക്കും. ഇതിപ്പോ കംപ്ലൈന്റ് വന്നുകൊണ്ടല്ലേ സാറ് പറഞ്ഞ പോലെ കംപ്ലൈന്റ് വന്നുകൊണ്ടല്ലേ അതിന് കാരണം ഉണ്ടായത്. പിന്നെ രാജീവ് ഗാന്ധിയുടെ പിന്നെ കുടുംബം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പിന്നെ അത്രയും നല്ല ഒരു കുടുംബം. അപ്പോ ആ പ്രിയങ്ക ഗാന്ധി, പിന്നെ രാജീവ് ഗാന്ധി, ഇപ്പൊ മറ്റുള്ള അവരെന്നെ ജനറേഷൻ നോക്കുമ്പോൾ തന്നെ നല്ലത്. അപ്പൊ സാർ അത് നല്ല ഉരുളക്കുപ്പ മറുപടി കൊടുത്ത നല്ലത്. രാഹുൽ ഗാന്ധി അല്ല ഏത് നേതാവിനെതിരായാലും അത്തരം ആരോപണ പൊതുപ്രവർത്തകർക്കെതിരെ അപവാദം പറഞ്ഞ് ശീലിക്കുക എന്ന് പറയുന്നത് അതൊരു മനോരോഗത്തിന്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് അത്തരം മറുപടികൾ സ്വാഭാവികമായും പറയേണ്ടി വരും. ശ്രീ സുകുമാരനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ സുകുമാരൻ, താങ്കൾ എങ്ങനെയാണ് ഇത്തരമൊരു വിഷയത്തെ സമീപിക്കുന്നത്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. BJPക്കും CPMനുമെതിരെ ഗുരുതരമായ രീതിയിൽ വെല്ലുവിളി എന്ന് തന്നെ പറയാം, ആ തരത്തിൽ ഒരു വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. ഇതെല്ലാം രാഷ്ട്രീയമാണ് സാറേ, വേറെ ഒന്നും ഇതിൽ പറയാനൊന്നുമില്ല. വെറും രാഷ്ട്രീയ കളി മാത്രമാണ്. അങ്ങനെ വെറും രാഷ്ട്രീയ കളിയായാൽ ഈ 2 ദിവസം കഴിയുമ്പോൾ ആളുകൾ ചോദിക്കില്ലേ പ്രതിപക്ഷ നേതാവിനോട്, നിങ്ങൾ പുറത്തുവിടും എന്ന് പറഞ്ഞ ആ വാർത്ത എവിടെ, കേരളം ഞെട്ടുന്ന വാർത്ത എവിടെ എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവിന് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിച്ഛായടക്കം പോകുന്ന ഒരു അവസ്ഥ വരില്ലേ? അതന്നെ പറഞ്ഞ സാറേ, നെടുമുടി വേണോ മറ്റേ ജഗദീശൻ പറഞ്ഞ പൊട്ടിങ് തേനാ പറഞ്ഞ പോലെ ഇതുവരെയായിട്ട് വരും ഒരു പൊട്ടിക്കാനും കഴിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ പൊട്ടിക്കണോ? അതാ വേണ്ടത്. പിന്നെ അല്ല, പൊട്ടിക്കുമെന്നാണ് പറഞ്ഞത്, കുറച്ചു ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞത്, അധികം താമസിക്കില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. പിന്നെ ഇതിനു മുമ്പ് ഒരാൾ ഒരു വാർത്താനം പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ രാഹുൽ ഗാന്ധിനെ പറ്റിയിട്ടാണ്. ഇനി ആരായിക്കോട്ടെ അയാളെ പേരിൽ കേസെടുക്കണം, ഏഷ്യാനെറ്റ് അതിന് മെനക്കെടണം. ശരി, ഏഷ്യാനെറ്റ് അങ്ങനെ വാർത്തയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു മാധ്യമങ്ങളും ഏഷ്യാനെറ്റ് ചാനൽ അതിന് നടപടി എടുക്കണം. ശരി, ഓക്കെ. എന്തായാലും ശ്രീ സുബേറാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുബേർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? അതിപ്പോ എന്താണ് പ്രശ്നം നമുക്ക് മനസ്സിലാവണില്ല, എന്താ കാര്യം എന്നുള്ളത്. ആണോ? രാഹുൽ മാങ്കൂട്ടി തെറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്, ഒരു പരാതി കിട്ടിയിട്ടില്ല, FIR ഇല്ല, കോടതി കേസ് എടുത്തിട്ടില്ല, ഒന്നുമില്ല. ഇവര് ഈ കോൺഗ്രസ് ഇത്രയെങ്കിലും ചെയ്തല്ല. ഈ ഭരണപക്ഷത്ത് ഇരിക്കുന്ന ആൾക്കാർ ഇപ്പൊ എന്തെല്ലാം ചെയ്ത അവിടെ അവർക്ക് എന്തെങ്കിലും ചെയ്തവര്. അപ്പം ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്, അത് ഞങ്ങൾ ആലോചിച്ച് എന്താണെങ്കിൽ കേസ് വരട്ടേന്ന്. കേസ് വന്നല്ലോ, FIR ഇട്ടല്ലോ, ഇനി എന്താ ചെയ്യാനുള്ളത്? പിന്നെ അവര് ഈ കൺവെൻഷന്റെ ഉള്ളിൽ ശിക്ഷിക്കാം എന്നാണ് പറഞ്ഞത്. അതെ, എന്നിട്ട് ശിക്ഷ വന്നല്ലോ ഓൾറെഡി. അത് കുറ്റക്കാരനെ സമ്മതിച്ചല്ലോ. ഈ കേസല്ല യങ്സ്റ്റേഴ്സിന് ഈ ചങ്ങാതിക്ക്. താങ്കൾ ഒരു തെറ്റായ വിവരമാണ് പറഞ്ഞത്. കേരളത്തിലെ ഏതെങ്കിലും MLAക്കെതിരെ അവർ കുറ്റവാളികളാണ് എന്ന് ഒരു കോടതിയും ശിക്ഷ വിധിച്ചിട്ടില്ല.
അവർക്ക് എഫ്ഐആർ ഇട്ടുണ്ടല്ലോ, കേസ് FIR ഇടുന്നത് ആര് പരാതി കൊണ്ട് കൊടുത്താലേ FIR ഒക്കെ ഇടേണ്ടി വരില്ലേ? FIR ഇട്ടെന്ന് വെച്ചാൽ ഒരാൾ കുറ്റക്കാരനല്ലോ. ഇതൊന്നുമില്ലല്ലോ. ഇപ്പൊ നാളെ അല്ല, അതില്ല, അത് സംഭവിച്ചു. രാഹുലിനെ സംബന്ധിച്ച് അങ്ങനെ ഔദ്യോഗിക പരാതികളോ FIR ഒന്നുമില്ല, അത് സംഭവിച്ചു. പക്ഷെ മറ്റേ ആളെ കുറ്റക്കാരനാക്കി കോടതി വിധിച്ചു എന്നൊക്കെ പറഞ്ഞാൽ FIR ഇടുന്നതിലൊന്നും ഒരു കാര്യമില്ല. FIR ഒക്കെ ഇടുന്നതോ കുറ്റപത്രം കൊടുക്കുന്നതോ പോലും ഒരാൾ കുറ്റവാളിയാണ്. ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു കോടതി അവർ കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തുന്നത് വരെ അവർക്ക് വാദിക്കും പ്രതിക്കും എല്ലാം തുല്യ അവകാശമാണുള്ളത്. അതെ, അപ്പൊ ഇത് കുറ്റവാളിന്ന് കണ്ടുവച്ചില്ലല്ലോ. എന്തോ ഒരു കാര്യം വന്ന് അപ്പൊ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പാർട്ടിപരമായിട്ടുള്ള ആക്ഷൻ എടുത്ത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ സുബേർ. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ച തുടരും. ചങ്ങനാശ്ശേരിയിൽ നിന്നും ശ്രീ തോമസ് ആന്റണിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ തോമസ് ആന്റണി, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നു കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾക്കെതിരെ CPM-നും BJP-ക്കുമെതിരെ അതീവ ഗുരുതരമായ, കേരളം ഞെട്ടുന്ന ഒരു വെളിപ്പെടുത്തൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും എന്ന്. നമുക്ക് ആ വാക്കുകളെ വിശ്വസിക്കാമോ? ഇവിടെ കാണുന്നത് എല്ലാവരും രാഷ്ട്രീയ ബേസ്ഡായിട്ടാണ് സംസാരിക്കുന്നത്, വിളിക്കുന്ന ആൾക്കാരാണ്. സ്വാഭാവികമല്ലേ തോമസ് ആന്റണി? എല്ലാ ആളുകൾക്കും അവരുടെ രാഷ്ട്രീയങ്ങളാണ് അവർ ന്യായീകരിക്കുക, അതൊക്കെ സമൂഹത്തിന്റെ ഭാഗമാണ്. വെറുതെ ബേസ്ലെസ് ആയിട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുറിച്ചൊക്കെ നമ്മൾ അനാവശ്യമായിട്ടുള്ള അലിഗേഷൻസ് ഇറ്റ് ഓൾറെഡി എവിഡൻസ് ഇല്ല, ചുമ്മാ വെറുതെ ഇപ്പൊ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരെല്ലാവരും മോശമാണെന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾക്കൊക്കെ യാത്ര ചെയ്യുന്നതൊന്നും തെറ്റാ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. രാഹുൽ പിന്നെ മാങ്കൂട്ടത്തിന്റെ കാര്യത്തില് റിപ്പോർട്ടർ ചാനൽ ആഗസ്റ്റ് 1 മുതൽ തന്നെ ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ അയാൾ തെറ്റ് ചെയ്തില്ലെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ അയാൾ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അത് പിന്നെ കേസ് കൊടുക്കാൻ, അങ്ങനെ ഒരു സമയമുണ്ട്. പക്ഷെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അയാൾ വലിയ ഒരു ആക്ഷൻ എടുത്തു. പക്ഷെ പെട്ടെന്ന് ഇപ്പം സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ MLA സ്ഥാനം കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ഷൻ വരും. അപ്പൊ അത് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവർ നോക്കണം. അതാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇതിപ്പം അതുകൊണ്ട് പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമായിട്ടാണ് ഡിസിഷൻ പറഞ്ഞത്. കാരണം അതിങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ന്യൂസ് ഉണ്ട്, അത് പൊളിറ്റിക്കുമെന്നാണ് പറയുന്നത്. ശരി, ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, CPM-നോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അധികം കളിക്കണ്ട, ഒരു വലിയ വാർത്ത വരാനുണ്ട്, കേരളം ഞെട്ടുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ CPM-നോട് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഭീഷണിയാണെന്ന് നിങ്ങൾക്ക് തോന്നും, അതാണെന്നോ അല്ലെന്നോ ഒന്നും പറയുന്നില്ല. എന്താണ് താങ്കൾക്ക് അതിന് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. അത് ആദ്യത്തെ ഒറ്റ സെന്റൻസ് ഞാനത് പറയുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത് ഞെട്ടുകല്ല, പ്രതിപക്ഷ നേതാവ് ഞൊട്ടും. അതാണ് ആദ്യമായിട്ട് പറയേണ്ട ഒരു സെന്റൻസ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് തന്നെ, AK ഗോപാലൻ, AKG. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നവർ ഒത്തിരി പ്രമുഖന്മാരായ ആൾക്കാരുണ്ടായിരുന്നു. അവർ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്ന് തന്നെ ജനപ്രീതി ആർജിച്ചവരുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട അന്തരിച്ചുപോയ VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആൾക്കാര്. ഇവരൊക്കെ ഇരുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവ് എന്ത് വൃത്തികേടുകളൊക്കെയാണ് കൂട്ടുനിൽക്കുന്നത്. ഒരു പെൺകുട്ടി ഒന്ന് ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛൻ എന്നുള്ള നിലയിലോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലോ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലോ ഒന്നും ചെയ്തില്ല. അവസാനം അത് വന്ന് കുളമായി. കോൺഗ്രസ് മൊത്തം പുഴുത്തിപ്പം നാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത്രയും നാറ്റ കേസ് ഈ കോൺഗ്രസിന് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാള് ഏതെങ്കിലും ചെറുപ്പമാണ്, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പുറകെ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതങ്ങനെയാണോ? ഇത് എത്ര എണ്ണമാ? ഈ അബോർഷൻ തന്നെ നടന്നു എന്ന് പറയുന്നത് എത്ര അബോർഷന്റെ കേസാണ് നമ്മൾ കേൾക്കുന്നത്? നമുക്ക് മനസ്സിലാവുന്നില്ല ഇതൊന്നും. എന്ന് മാത്രമല്ല, ഒരു കുട്ടിക്ക് തന്നെ ഒന്നിക്കുള്ള പ്രാവശ്യം അബോർഷൻ ചെയ്യേണ്ടതെന്നൊന്നും പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ന് വന്നിട്ടുണ്ട് ഒരു വാർത്ത, 24 ചാനലിൽ ഒരു പെൺകുട്ടി പിന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടായിരുന്നോ? ഇല്ലല്ലോ, കണ്ടില്ല. ഹലോ, അങ്ങനെ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോ ഇനി പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അങ്ങനെ വന്നപ്പം ആരുടെ ഒരു ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമാണ്. കനകോല് ബുദ്ധിയാണോ എന്നറിയില്ല, ഒരു പൂഴിക്കടകൻ അടിക്കുക എന്നുള്ളത്. ഇന്നും സതീശൻ വന്ന് അടിച്ച ഒരു പൂഴിക്കടകനാ. പൂഴിക്കടകൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മണ്ണ് തെറിപ്പിച്ച് എല്ലാവരുടെയും കണ്ണിലേക്ക് ഇടുക, അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇതാണ് പൂഴിക്കട എന്നുള്ള അടവ്. ആ പൂഴിക്കടകൻ അടിച്ചതാണ് സതീശൻ. അഥവാ ഇനി എന്തെങ്കിലും കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ
സതീശന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു കോപ്പുണ്ടെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന ഇന്ന് തന്നെ വെളിപ്പെടുത്തുക എന്നുള്ളതാ. അതൊക്കെ സതീശന്റെ ഒരു പ്രതിപക്ഷ നേതാവ് വന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്നു, കേരളം ഞെട്ടുന്നത് ഒരു വെളിപ്പെടുത്തൽ വരാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഇല്ലാതിരുന്നാൽ പിന്നീട് പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ വില പോകില്ലേ, പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾക്ക് പിന്നീട് വിലയുണ്ടാകുമോ? അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ പറയുന്ന ഒരാളൊന്നും അല്ലല്ലോ സതീശൻ. നിങ്ങൾക്ക് രാഷ്ട്രീയമായി അദ്ദേഹത്തെ എതിർക്കാം, പക്ഷേ സതീശൻ അങ്ങനെ വന്ന് ഏതെങ്കിലും ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നിട്ട് ഒന്നുമില്ലല്ലോ. അതങ്ങനെയല്ല കാണേണ്ടത്. ഇനിയും പ്രതിപക്ഷ നേതാവിന്റെ എന്തെങ്കിലും കിട്ടിയെന്ന് വിചാരിച്ചോ? ഈ ദിവസങ്ങളിലാണോ ഇത് കിട്ടിയത്? ആയിക്കൂടെ, ഈ ദിവസങ്ങളിൽ ആയിക്കൂടെ. സ്വാഭാവികമായും ശ്രീ കൃഷ്ണൻകുട്ടി, ഒരു പാർട്ടിക്കെതിരെ ആരോപണം വരുമ്പോൾ ആ പാർട്ടിക്കാർ മറു പാർട്ടികൾക്കെതിരെ എന്തെല്ലാം ആരോപണമുണ്ട് എന്നത് ചികഞ്ഞെടുക്കില്ലേ? ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോഴല്ലേ CPM-ന്റെ പഴയ നേതാക്കൾക്കെതിരെ ഏതോ കാലത്ത് വന്നുപോയ പരാതികളും ആർക്കും പരാതിയില്ലാതെ അന്തരീക്ഷത്തിൽ കിടന്ന കാര്യങ്ങൾ പോലും പ്രമുഖരായ നേതാക്കൾക്കെതിരെ അടക്കമുള്ളത് എല്ലാം പൊങ്ങി വന്നില്ലേ? അതിന് നാളെ CPM-നെതിരെ വന്നാൽ CPM-കാർ കോൺഗ്രസ്സുകാർക്കെതിരെ ഉള്ളത് അങ്ങനെ എടുക്കും. അതൊക്കെ സ്വാഭാവികമായി വരുന്നതല്ലേ? തർക്കം ഒഴിവാക്കാൻ വേണ്ടി സമ്മതിക്കാം, പക്ഷെ എന്തുകൊണ്ട് ഇന്ന് വെളിപ്പെടുത്തിയില്ലെങ്കിൽ? അതിനെന്തെങ്കിലും കൂടുതൽ തെളിവുകൾ കിട്ടാൻ കാണും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കാണും, അത് നമുക്കറിയില്ലല്ലോ. അവിടെയാണ് ഈ സംശയം. എന്തെങ്കിലും കുക്കപ്പ് ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടാവും. കുക്കപ്പ് ചെയ്യാനെങ്കിൽ ആളുകൾ വിളിച്ചു പറയുമോ? ഈ സിനിമ ഷൂട്ടിംഗ് പോലെ എന്തെങ്കിലും തയ്യാറാക്കാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ശ്രീ കൃഷ്ണൻകുട്ടി ആളുകൾ വിളിച്ചു പറയുമോ? ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരാൾ ഇപ്പോൾ തന്നെ സ്വാഭാവികമായും ശ്രീ കൃഷ്ണൻകുട്ടിക്ക് തന്നെ ആലോചിക്കാം. CPM-ലായാലും BJP-ലായാലും എന്തായാലും പല നേതാക്കളും ഒക്കെ എന്തായാലും ആരെങ്കിലുമൊക്കെ പല കാര്യത്തിലുമൊക്കെ ഈ സമാനമായ രാഹുൽ മാങ്കൂട്ടത്തിലും സമാനമായ കേസുകളിലൊക്കെ പെട്ട ആളുകൾ കാണും. അത് ഒതുക്കി വെച്ചിരിക്കുന്ന നേതാക്കളുടെ എല്ലാം നെഞ്ചിടിപ്പ് കൂട്ടുന്നതല്ലേ ഈ വർത്തമാനം തന്നെ? ഇവിടെ ആരുടെ നെഞ്ചിടിപ്പൊന്നും കൂട്ടുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ CPM-ന്റെ പാർട്ടി സെക്രട്ടറി തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പുള്ളി CPM-ന്റെ കാഴ്ചപ്പാട് എന്താ അതിനെ പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് അതൊക്കെ പറയാൻ കഴിയുന്ന ആള് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ധൈര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. CPM-നെ അതിനകത്തൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് CPM നന്നായിട്ട് അറിയുകയും ചെയ്യാം. കൈകാര്യം ചെയ്തതിനെ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ കൈകാര്യം ചെയ്തതിനെ കുറിച്ചൊക്കെ വലിയ വിമർശനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഇപ്പോഴും CPM-നെ വേട്ടയാടുന്നുണ്ട് എന്നത് കൂടി ഓർക്കണം. അത് ചർച്ച ചെയ്യാൻ വേറൊരു കോള് വേണ്ടി വരും. പക്ഷെ പ്രതിപക്ഷ നമുക്ക് സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നു കേരളത്തിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ അവരെ ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ള ഗുരുതരമായ ആരോപണം വരാൻ പോകുന്നു. താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ പ്രതിപക്ഷ നേതാവ് 5 കൊല്ലമായി സമരം നടത്തുന്നത് എന്ത് സർക്കാരിന്റെ നേട്ടങ്ങളെന്ന് പറയാ കോട്ടങ്ങൾ കാണിക്കാൻ കഴിയാത്ത കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ചും മറ്റുള്ള പാർട്ടികളെ കുറിച്ചൊക്കെ പറയുന്നത്. സർക്കാരിനെതിരെയുള്ള കോട്ടങ്ങളെ കുറിച്ച് സമരം നടത്തിട്ട് ആദ്യം. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെപ്പിക്കാത്തതിന്റെ കാരണം എന്താ കാരണം വെച്ചാല് പിന്നെ ഇതല്ലേ വടകര MP ആരാ, ഹലോ, ഷാഫി പറമ്പിൽ മഹാൻ, അദ്ദേഹം പറഞ്ഞു ഞാൻ MP സ്ഥാനം രാജിവെക്കും. എന്നാൽ അദ്ദേഹത്തെ പേടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ MP സ്ഥാനം രാജിവെക്കുന്നു ആരോടും പറഞ്ഞിട്ടില്ല. ശ്രീ സൂപ്പി, നിങ്ങളറിയാം, ഞാനറിയാം, എനിക്കറിയാം, കോൺഗ്രസ് അറിയാമായിരിക്കും, പക്ഷെ ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഇനി പറഞ്ഞിട്ടുണ്ടോ, രഹസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയില്ല. എന്തായാലും പരസ്യമായിട്ട് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു. പ്രേക്ഷകരെ സംബന്ധിച്ച് ഈ VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ പറയും എന്ന് പറഞ്ഞവരും VD സതീശൻ പറയുന്ന വാർത്ത കണ്ട് കേരളം ഞെട്ടുകയല്ല ഞൊട്ടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ട്. ഒട്ടുമിക്ക പ്രേക്ഷകരും പൊളിറ്റിക്കലായി തന്നെയാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് നടത്തിയത്. എന്തായാലും VD സതീശനെ വിശ്വസിക്കുന്നവരും VD സതീശനെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനി മുതൽ ഉണ്ടായിരുന്ന വിശ്വാസം ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി ഈ ന്യൂസ് 18 പൊതുവേദി പൂർണ്ണമാവുകയാണ്. നാളെയും ഇതേ സമയം മറ്റു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി.